ദമ്പതികൾ തമ്മിലുള്ള വിശ്വാസവും സ്നേഹവും കരുതലുമാണ് കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യം. പങ്കാളിയുടെ എന്തും തുറന്നു പറയുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ദാമ്പത്യം മനോഹരമാകുന്നത്. എന്നാൽ ജീവന് തുല്യം സ്നേഹിച്ച വിശ്വസിച്ച അതേ വ്യക്തി തന്നെ ആ സ്വകാര്യതയെ കച്ചവടമാക്കിയാലോ? സ്വന്തം ഭാര്യയുടെയും മകളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. വീടെന്നത് 4 ചുവരുകളല്ല, നമ്മൾ ഏറ്റവും സുരക്ഷിതരായിരിക്കേണ്ട ഇടമാണ്. ആ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നവൻ ബന്ധത്തെ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെയാണ് തകർക്കുന്നത്. പങ്കാളിയുടെ ലൈംഗിക വൈകൃതവും ലഹരി ഉപയോഗവും കാരണം ജീവിതം പിച്ചി ചീന്തപ്പെട്ട ഒട്ടേറെ യുവതികളുണ്ട് ഈ സമൂഹത്തിൽ. കൊല്ലത്ത് ഭാര്യയുടെയും 4 വയസ്സുള്ള മകളുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അശ്ലീല സൈറ്റുകളിൽ വിൽപ്പനയ്ക്ക് വെച്ച യുവാവ് അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു ജന്മമാണ്. ദാമ്പത്യം എന്ന സങ്കല്പത്തിൻ്റെ പവിത്രതയാണ് അയാൾ തല്ലി തകർത്തത്. സ്വന്തം മകളെപ്പോലും അയാൾ വിൽപ്പന വസ്തുവാക്കിയെങ്കിൽ പിഴുതെറിയേണ്ടതല്ലേ ആ വെറുക്കപ്പെട്ട മനുഷ്യനെ? ആ കേസിലേക്കാണ് പോലീസ് പരോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാത്ത, വഴക്കിടാത്ത ഏതെങ്കിലും വീടുകളുണ്ടോ? ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകുന്ന ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടല്ലേ? എന്നാൽ പങ്കാളികൾക്കിടയിൽ പരസ്പരം വിശ്വാസവും സ്നേഹവും കരുതലും ഇല്ലാതെ പോയാലോ? നമ്മളെ ചതിക്കുന്ന, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന, ചൂഷണത്തിന് ഇരയാക്കുന്ന ഒരാൾക്കൊപ്പം ജീവിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഭാര്യയുടെയും മക്കളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അശ്ലീല സൈറ്റുകൾക്ക് വിൽപ്പന നടത്തിയ യുവാവിൻ്റെ ക്രൂരതകളുടെ കൂടുതൽ കഥകളാണ് പുറത്തു വരുന്നത്. 4 വയസ്സുള്ള മകളുടെ ദൃശ്യങ്ങളും അയാൾ പകർത്തിയെന്നും തന്നെ മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്നും ഭാര്യയുടെ മൊഴിയുണ്ട്. സംഭവത്തിൽ ഒളിവിൽപ്പോയ യുവാവിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. കിടപ്പുമുറിയിലെ സ്വകാര്യത പോലും ഭർത്താവ് കച്ചവടമാക്കിയെന്നാണ് യുവതിയുടെ പരാതി. തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തിയതിന് പിന്നാലെ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്നും പരാതിയിൽ പറയുന്നു. 4 വയസ്സുകാരിയായ മകളുടെ ദൃശ്യങ്ങളും പകർത്തിയതായി യുവതി പോലീസിന് മൊഴി നൽകി. നാട്ടിലും വിദേശത്തുമായാണ് സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായും പുരുഷന്മാരുമായും അടുപ്പമുണ്ടെന്നും പങ്കാളികളെ പരസ്പരം പങ്കുവയ്ക്കുന്ന സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. വിദേശത്ത് നിന്ന് ഭർത്താവിനെ നാട്ടിലെത്തിച്ച കൗൺസിലിംഗിന് നിർബന്ധിച്ചപ്പോഴും തന്നെ ക്രൂരമായി മർദ്ദിച്ചതായാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഇസ്തിരിപ്പെട്ടിയെടുത്ത് തലക്കടിച്ചെന്നും താക്കോൽക്കൂട്ടം കൊണ്ട് മർദ്ദിച്ചു മുറിവേൽപ്പിച്ചതായും എഫ്ഐആറിൽ പറയുന്നു. ഭർത്താവിനെതിരെ യുവതി വിവാഹമോചന ഹർജിയും നൽകിയിട്ടുണ്ട്. പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ ഭർത്താവിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊല്ലം. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രി സമയങ്ങളിൽ വീട്ടിൽ വൈകി എത്തുന്നതും ആൺ സുഹൃത്തുക്കളുമായുള്ള യാത്രകളും അവളുടെ ലഹരി ഉപയോഗവും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിക്കുന്ന ആരാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യുമല്ലേ? ആലപ്പുഴ കരുവാറ്റയിലെ ശിവൻകുട്ടിയോടുള്ള അവളുടെ പകയ്ക്ക് കാരണം അതായിരുന്നു. ഉറ്റ ബന്ധുവായ വയോധികനെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു കുറ്റബോധവും ഇല്ലാതെ കള്ളക്കഥകൾ മെനയുന്ന 13കാരി. കേസിലെ പ്രതികൾക്ക് വെറും കുട്ടികളുടെ മനസ്സല്ല, കൊടും കുറ്റവാളികളുടെ മനോഭാവമാണ്. പ്രതികളും പെൺകുട്ടിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് കേസിൽ നിർണായകമാണ്. 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തെ അനുകരിച്ചായിരുന്നു ആസൂത്രണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ശിവൻകുട്ടിയെ തലയിൽ വലിയ കല്ലിട്ട് കൊലപ്പെടുത്താനാണ് ആദ്യം നീക്കം നടത്തിയത്. കൊല്ലുന്നതിന് ആഴ്ചകൾക്ക് മുൻപും ശിവൻകുട്ടിയുമായി പെൺകുട്ടി വഴക്കിലേർപ്പെട്ടിരുന്നു. വീടിന്
ശിവൻകുട്ടിയെ കൊല്ലാനായിരുന്നു ആദ്യ പദ്ധതി. നേരിട്ട് കൊല്ലുന്നതിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ മാർഗം തുണയ്ക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഓടിട്ട വീടിന് മച്ചുള്ളതിനാൽ ഇത് ഉപേക്ഷിച്ചു. അവിടെ വെച്ച് തന്നെ പെൺകുട്ടിയുടെ ആസൂത്രണത്തിൽ നിലവിലെ കൊലപാതക രീതി നടപ്പാക്കുകയായിരുന്നു. കൊലയ്ക്കും മോഷണത്തിനുമായി ശൗചാലയത്തിലെ എയർഹോളിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ മെലിഞ്ഞ ശരീരപ്രകൃതക്കാരായതിനാൽ പ്രതികൾക്ക് അനായാസം പറ്റി. 0 സൈസ് ശരീരമുള്ളവരാകും വീട്ടിൽ കയറിയതെന്ന് പോലീസ് ആദ്യമേ ഉറപ്പിച്ചിരുന്നു. 2 പേരാണ് ഇത്തരത്തിൽ അകത്ത് പ്രവേശിച്ചത്. കൊലയ്ക്കും മോഷണത്തിനും ശേഷം വീട്ടിൽ മുളകുപൊടി വിതറിയ ഇവർ ശൗചാലയത്തിലും പുറത്തും ദ്രവരൂപത്തിലുള്ള രാസവസ്തു തളിച്ചിട്ടുണ്ട്. പെൺകുട്ടി ഇതിനു മുമ്പും സുഹൃത്തിനോട് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞതായി പോലീസിന് മൊഴി ലഭിച്ചു. ആൺസുഹൃത്തുക്കളുമായുള്ള യാത്രകൾ, ലഹരി ഉപയോഗം എന്നിവയെ ശിവൻകുട്ടി എതിർത്തിരുന്നു. കൊലപാതകം നടന്ന ദിവസം പ്രതികളെത്തിയത് രാസലഹരി ഉപയോഗിച്ച ശേഷമാണെന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിക്കും ആൺസുഹൃത്തുക്കൾ പലപ്പോഴും ലഹരി കൈമാറിയിരുന്നു. കൊലപാതക ദിവസം പ്രതികൾ ബന്ധപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നെന്നും പോലീസ് പറയുന്നു. കൊലപാതകം 13കാരി കണ്ടതും ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ കോളിലൂടെ ആയിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലും പെൺകുട്ടി കുറ്റസമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അമ്മയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നതായും പോലീസ് പറയുന്നു. പ്രതികൾ മുതിർന്നവരെ പോലെയാണ് ഗൂഢാലോചന നടത്തിയതെന്നും ഇവർക്ക് യുവൈനൽ ആനുകൂല്യം നൽകരുതെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. ന്യൂസ് 18 ആലപ്പുഴ. അച്ഛനും അമ്മയും മക്കളും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ. ഒരു കാലത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് വീടുകളിലായിരുന്നല്ലേ? എന്നാൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? മാതാപിതാക്കളും മക്കളും തമ്മിൽ കലഹവും സംഘർഷങ്ങളും നിറഞ്ഞ സാഹചര്യം. ഇടുക്കി എഴുകുമ്പയിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ യുവാവിൻ്റെ ക്രൂരത മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമാണ്. കഞ്ചാവ് ലഹരിയിലാണ് പ്രതി അജീഷ് ആക്രമണം നടത്തിയത്. ലഹരിക്കടിമയായ അജീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ സൈക്കാട്രിക് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് വൈകുമെന്നാണ് സൂചന. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. കഴിഞ്ഞ ദിവസമാണ് ലഹരിക്കടിമയായ അജീഷ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതി ലോണാപ്പുകൾ ഉപയോഗിച്ചിരുന്നതായും ഇവിടെ നിന്നെടുത്ത വായ്പകളുടെ തിരിച്ചടവ് തുടർച്ചയായി മുടങ്ങിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായി ഇയാൾ നിരന്തരം കലഹത്തിലേർപ്പെട്ടിരുന്നു. ഇതാവാം ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ പ്രതി അമ്മയോട് പണം ആവശ്യപ്പെട്ടിരുന്നതായും എന്നാൽ അമ്മ ഇത് നിഷേധിച്ചതായും നാട്ടുകാർ പറയുന്നു. ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കം കൊലപാതകത്തിനിടയാക്കിയെന്നാണ് നിഗമനം. പിശാചുക്കളിൽ നിന്നും മോചിപ്പിച്ച് മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് അയച്ചു എന്നാണ് പ്രതി നൽകിയ മൊഴി. ലഹരിക്കടിമയായ പ്രതി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ മാനസിക ആരോഗ്യനില തൃപ്തികരമായ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. പ്രതി ചികിത്സയിലുള്ളതിനാൽ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഇനിയും നീളും. ന്യൂസ് 18 ഇടുക്കി. ഒരു കാലത്ത് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച, അവരെ വളർത്താൻ കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ് ഓരോ മാതാപിതാക്കളും. പിന്നീട് വാർദ്ധക്യമാകുമ്പോൾ മക്കൾ സംരക്ഷിക്കുമെന്നാണ് പലരുടെയും പ്രതീക്ഷ. എന്നാൽ പല കുടുംബങ്ങളിലും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുകയും തെരുവിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ. ഇടുക്കി തൊടുപുഴയിൽ മദ്യപിക്കാൻ പണം നൽകാത്തതിനെ തുടർന്നാണ് മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വീട്ടിൽ മകനെ കാണാനെത്തിയ അമ്മ റേച്ചലിനോട് അയാൾ വഴക്കുണ്ടാക്കുകയും തുടർന്ന് ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. ലിജോ മദ്യലഹരിയിലാണെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് റേച്ചൽ വീട്ടിലേക്ക് പോയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് തൊടുപുഴ ഇടവെട്ടിക്ക് സമീപം മയിലാടുംപാറയിൽ ക്രൂരമായ കൊലപാതകം നടന്നത്. ലഹരിക്കടിമയായ ലിജോ ജോസഫ് അമ്മ റേച്ചൽ ജോസഫിനെ മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കൊച്ചിയിൽ ഹോം നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന റേച്ചൽ മകനെ കാണുവാൻ വേണ്ടിയാണ് നാട്ടിലെത്തിയത്.
വീട്ടിൽ ലിജോ മദ്യലഹരിയിലാണെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇത് അവഗണിച്ചാണ് ഇവർ വീട്ടിലേക്ക് എത്തിയത്. സംഭവം നടന്ന് ഏതാണ്ട് 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പ്രതിയെ പിടിക്കുവാൻ സാധിച്ചു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ബാക്കി അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതിയെ ഇന്ന് റിമാൻഡ് ചെയ്തു. ഞാൻ അയാളോട് സംസാരിച്ചു. അയാൾക്കും കുറച്ച് ഞാനയാളുടെ ലഹരിയുടെ കാര്യം പറയുന്നുണ്ട്, പക്ഷേ അയാൾ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞില്ല. അയാൾ മദ്യപാനിയാണ് എന്നാണ് സംസാരത്തിൽ. ഒരു ചെറിയ അല്പം മദ്യം ഉപയോഗിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. വളരെ കൂളായിട്ടാണ് അയാൾ എപ്പോഴും സെല്ലിലുള്ളത്. ലിജോ മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടെങ്കിലും മാതാവ് നൽകിയില്ല. ഇതിന്റെ ദേഷ്യത്തിലാണ് മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ചത്. താൻ അമ്മയെ കൊലപ്പെടുത്തിയെന്ന് ബോധ്യമാകുന്നതിന് മുൻപേ ലിജോ വീട് വിട്ടിറങ്ങി. തൊടുപുഴ ടൗണിൽ ആക്രി പെറുക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. സംഭവത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ന്യൂസ് 18 ഇടുക്കി. മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷയും ഉള്ളവരാണ് ഓരോ മാതാപിതാക്കളും. എന്നാൽ ഈ കാലഘട്ടത്തിൽ കുട്ടികളെക്കുറിച്ച് വലിയ പ്രതീക്ഷ വയ്ക്കാൻ മനസ്സിലാക്കട്ടോ. ലഹരി മാഫിയ നമ്മുടെ വീടിന് മുന്നിൽ പതിയിരിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ലഹരി കൈമാറ്റത്തിനിടെ റിട്ടയർഡ് SP-യുടെ മകൻ എക്സൈസിന്റെ പിടിയിലായി. മുൻ SP ഉണ്ണിരാജിയുടെ മകൻ അഭിജിത്തിനെയും കൂട്ടാളികളെയും MDMA-യുമായാണ് പൊക്കിയത്. തൊടുപുഴയിൽ രാസലഹരിയുമായി DYFI നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിലായി. തുണിക്കച്ചവടത്തിൻ്റെ മറവിൽ MDMA കടത്തിയ അമ്മയും മകനും അടങ്ങുന്ന 4-അംഗ സംഘത്തെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ എറണാകുളത്ത് കോടതിയിൽ വിചാരണയ്ക്കെത്തിയ ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയിൽ നിന്ന് ഹാഷിഷ് ഓയിൽ പിടികൂടി. ലഹരി വ്യാപനം തടയാൻ തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനമാകെ ആഞ്ഞടിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ ലഹരി കച്ചവടക്കാർ അഴിക്കുള്ളിലാകുന്നു. തൃശൂരിൽ ലഹരി കൈമാറ്റത്തിനിടെ റിട്ടയർഡ് SP-യുടെ മകനും കൂട്ടാളിയും എക്സൈസിന്റെ പിടിയിലായി. ബൈക്കിലെത്തി 5 ഗ്രാം MDMA കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉണ്ണിരാജ IPSന്റെ മകൻ അഭിജിത്ത്, വിയൂർ സ്വദേശി റോജർ ജെ ദേവസി എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയിൽ നിന്നും എറണാകുളം പനമ്പിള്ളി നഗറിലെ വിചാരണ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങവേ ഹാഷിഷ് ഓയിൽ പിടികൂടി. മടിക്കുത്തിൽ ഒളിപ്പിച്ച നിലയിൽ 2 ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളിലായി 6 ഗ്രാം ഹാഷിഷ് ഓയിലാണ് കണ്ടെത്തിയത്. ശുചിമുറിയിൽ പോയ സമയത്ത് 2 പേർ ഷാഫിക്ക് ഹാഷിഷ് ഓയിൽ കൈമാറിയെന്നാണ് പോലീസ് കരുതുന്നത്. ഇവർക്കായി അന്വേഷണം ഊർജിതമാണ്. തൊടുപുഴയിൽ വിൽപ്പനയ്ക്കെത്തിച്ച രാസലഹരിയുമായി DYFI നേതാവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഉൾപ്പെടെ 4 പേർ പിടിയിലായി. DYFI നേതാവും തൊടുപുഴ സ്വദേശിയുമായ TS ഷിയാസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ നിഹാൽ ഷെഫീഖ്, അർഷിദ്, ആഷിഖ് OS എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് 18 ഗ്രാം MDMA-യും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. പിടികൂടുന്നതിനിടയിൽ പ്രതികൾ പോലീസിനു നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് രക്ഷപ്പെടാനും ശ്രമിച്ചു. സമീപ സമയത്ത് ജില്ലയിൽ കിട്ടിയുള്ള ഏറ്റവും വലിയ ഒരു MDMA-യുടെ ഒരു ഡിറ്റക്ഷനാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് കുറേ ATM, വേറെ പല ആളുകളുടെ ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള കുറേ പേരുടെ ഇൻഫർമേഷൻ നമുക്കുണ്ട്. അവരെല്ലാം നമ്മുടെ സർവൈലൻസാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്കിൽ തെക്കുഭാഗം ഡിവിഷനിൽ നിന്ന് ഷിയാസ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഇയാൾക്ക് വേണ്ടി അന്ന് ബിനീഷ് കോടിയേരി വോട്ട് അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഷിയാസ് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെക്കുംഭാഗം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നു. ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് ഷിയാസിന്റെ തെരഞ്ഞെടുപ്പ് അടയാളം. ഷിയാസിന് ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കച്ചവടത്തിന്റെ മറവിൽ MDMA കടത്തിയ അമ്മയും മകനും ഉൾപ്പെടെ 4-അംഗ സംഘം നെയ്യാറ്റിൻകരയിൽ പിടിയിലായി. ഇഞ്ചക്കൽ സ്വദേശി കിരൺ, അക്ഷയ്, കിരണിന്റെ അമ്മ ബീന, കിരണിന്റെ പെൺസുഹൃത്ത് സന്ധ്യ എന്നിവരെയാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. പരിശോധനയിൽ നിന്ന് കണ്ണുവെട്ടിക്കാൻ പ്രതികൾ കിരണിന്റെ 8 വയസ്സുള്ള മകളെയും ഒപ്പം കൂട്ടിയാണ് യാത്ര ചെയ്തിരുന്നത്. ബംഗളൂരുവിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 125 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. വയനാട് തളിപ്പുഴയിൽ സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്ന ആൾ അറസ്റ്റിലായി. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി VC സായൂജിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 2 ഗ്രാമിലധികം MDMA ഇയാളിൽ നിന്നും പിടികൂടി. കേരളം കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയിൽ അന്തർ സംസ്ഥാന ശൃംഖലയെ തകർത്ത് കോഴിക്കോട് എക്സൈസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും നേട്ടമുണ്ടാക്കി. 2026 ഏപ്രിൽ 23-ന് കോഴിക്കോട് ഒളവെണ്ണ ടോൾ പ്ലാസയ്ക്ക് സമീപം 3.5 കിലോയോളം MDMA-യുമായി കൊണ്ടോട്ടി സ്വദേശി ഷഫീഖും യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഫാത്തിമ നസ്രിനും പിടിയിലായതോടെയാണ് കേസിന്റെ തുടക്കം.
തുടർന്ന് രൂപീകരിച്ച 11-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ കാറുടമ ഉമർ ഫാറൂഖ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് 5 ലക്ഷം രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തതോടെയാണ് സംഘം കുടുങ്ങിയത്. സിം കാർഡുകൾ ഉപയോഗിക്കാതെ വിദേശ നമ്പറുകളിലെ വാട്സ്ആപ്പും വൈഫൈയും മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പ്രതികളെ കണ്ടെത്താൻ സിനിമയെ വെല്ലുന്ന ചേസിംഗ് ആണ് അന്വേഷണ സംഘം നടത്തിയത്. പ്രധാന സൂത്രധാരൻ മലപ്പുറം സ്വദേശി ബിലാലിനെ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കവേ മഹാരാഷ്ട്രയിൽ നിന്നും വലിയ മയക്കുമരുന്ന് വ്യാപാരിയായ ഹിരൺ കാർത്തികേയനെയും സഹായി ആരോമലിനെയും സിലിഗുരിയിൽ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന എത്തിയുമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 1-ാം പ്രതി ഷഫീഖിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ലിവിംഗ് ടുഗദർ പങ്കാളി റംസിയയെ തമിഴ്നാട് സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തെങ്കാശിയിലെ ചേരിയിൽ നിന്നും വനിതാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. 3.368 kg MDMA കേരളം കണ്ട ഏറ്റവും വലിയ MDMA വേട്ടയാണ്. അതിസാഹസികമായ രീതിയിൽ ഒരു ക്രെറ്റ കാറടക്കം 2 പ്രതികളെ സ്പോട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. എക്സൈസ് കമ്മീഷണർ ഒരു SIT ഫോം ചെയ്തു. കേരളത്തിലെ എക്സൈസ് വകുപ്പിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു അന്വേഷണം വളരെ ഭംഗിയായി അവരത് മുന്നോട്ട് കൊണ്ടുപോയി. എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ടാണ്. എല്ലാ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തിയായി മുന്നോട്ട് പോകും. ലഹരിക്കടത്തിലെ ലാഭം ഉപയോഗിച്ച് രാജസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ചൈനീസ് പിസ്റ്റലുകൾ വാങ്ങി വിൽക്കുന്ന ആയുധക്കടത്തും സംഘത്തിനുണ്ടായിരുന്നു. കേസിൽ നൈജീരിയൻ പൗരനടക്കം കൂടുതൽ പ്രതികൾക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നമ്മുടെ കൺമുന്നിൽ ഒരു തെറ്റു കണ്ടാൽ സാമൂഹ്യ ബോധമുള്ള ഏതൊരാളും അതിൽ പ്രതികരിക്കാറില്ല. ചിലർ ഒന്നും അറിയാതെ കണ്ണട ചിരുട്ടാക്കാൻ നോക്കും. പക്ഷേ ഇടുക്കി അണക്കര സ്വദേശിയായ ഒരു കോളേജ് വിദ്യാർത്ഥിക്കുണ്ടായ ദുരനുഭവം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിച്ച വിവരം അധ്യാപകരെ അറിയിച്ച വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം. വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം തകർത്തു. ഗുരുതരമായി പരിക്കേറ്റതിനാൽ വലതു വൃഷണം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഇടുക്കി അണക്കര സ്വദേശിയായ 19-കാരന് നേരെയായിരുന്നു ആക്രമണം. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുന്ന അണക്കര സ്വദേശിയുടെ ജനനേന്ദ്രിയമാണ് ഹോസ്റ്റലിലെ ക്രൂരമർദ്ദനത്തിൽ തകർന്നത്. ഒപ്പം താമസിക്കുന്നവർ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യം അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം പകർത്തി നൽകിയതിനായിരുന്നു മർദ്ദനം. ലഹരി ഉപയോഗിച്ചവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ച അധ്യാപകർ ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ വിദ്യാർത്ഥിക്ക് നിർദ്ദേശവും നൽകി. ഇക്കാര്യം അധ്യാപകർ പോലീസിനെ അറിയിക്കാതെ മറച്ചുവെക്കുകയും ചെയ്തു. മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഒരാളെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയ ശേഷം വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. 308 വകുപ്പ് പ്രകാരവും ഡ്രാഗിംഗ് ആക്ട് പ്രകാരവും നമ്മളാണ് അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് നമ്മൾ JJ കോടതിന്റെ മുന്നിൽ ഹാജരാക്കി. കുട്ടികളിൽ ആരോ സഹപാഠികളിൽ ആരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടുവെന്നും ആ വിവരം ഇവൻ മാനേജ്മെന്റിനെ അറിയിച്ചുവെന്നും അതിനെ ചൊല്ലിയാണ് സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് SFI പ്രവർത്തകർ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടെ ജീവനക്കാരുമായി ഉന്തും തള്ളുമുണ്ടായി. സംഭവത്തിൽ ഉൾപ്പെട്ട 3 വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് 2 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്നാണ് സ്ഥാപന മേധാവികളുടെ പ്രതികരണം. വധശ്രമം, റാഗിംഗ് തടയൽ നിയമം എന്നിവ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം മഞ്ചേരി നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് രാത്രിയിൽ ഒരു നിലവിളി ശബ്ദം കേട്ടവരുണ്ട്. മദ്യലഹരിയിൽ ആരെങ്കിലും തമ്മിൽ വഴക്കിട്ടതാകാമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ രാവിലെ അവിടെ എത്തിയവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ച. നഗരസഭ ബെസ്റ്റ് ബേ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ ഒരു മൃതദേഹം. കൊല്ലം സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളി പ്രകാശനാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് പൊട്ടിയ ബീർ കുപ്പിയുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ 7:30യോടെയാണ് മഞ്ചേരി നഗരമധ്യത്തിലെ ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 3-ാം നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്കും വലതുചെവിക്കും ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന നിലയായിരുന്നു പ്രകാശിന്റെ മൃതദേഹം. മൃതദേഹത്തിന് അടുത്തുനിന്ന് പൊട്ടിയ ബിയർ കുപ്പിയുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.
ഇതുപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. മുൻപ് മഞ്ചേരിയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ആളാണ് പ്രകാശൻ. ശാരീരിക അസ്വസ്ഥങ്ങളെ തുടർന്ന് സമീപകാലത്ത് പണിക്കൊന്നും പോകാതെ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് നഗരത്തിൽ ഇയാൾ കഴിഞ്ഞിരുന്നത്. കെട്ടിടത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് സമഗ്ര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. നിങ്ങൾ മൊബൈൽ ഫോണിനും TV-ക്കും അടിമകളാണോ? വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ചിലപ്പോൾ കൂട്ട് സോഷ്യൽ മീഡിയയും സിനിമയും സീരിയലുമൊക്കെ ആയിരിക്കും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇപ്പോൾ ഇതിന് അടിമകളാകുന്നുണ്ട്. ഒരു ദിവസം ഫോണോ TV-യോ കാണാതിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത അപകടം പിടിച്ച സ്ഥിതിയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീട്ടമ്മ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിച്ചത് വീട്ടിലെ ടെലിവിഷൻ തകരാറിലായ മനോവിഷമത്തിലാണ്. കാശിമഠം സ്വദേശിനി സാവിത്രിയാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച മഞ്ചേശ്വരം പോലീസ് വീട് പൂട്ടി സീൽ ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാശിമഠം ഗുഡ്ഡയിലെ പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി പതിവ് പോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു സാവിത്രി. മകൻ ഗുരുപ്രസാദ് പ്രഭു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് മാതാവിനെ അടുക്കളയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അടുക്കളയിലെ ഫൈബർ കസേരയിലിരുന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയെടുത്ത് ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കസേര ഉരുകി ദേഹത്ത് പറ്റിപ്പിടിച്ച് നിലത്ത് കമിഴ്ന്നു കിടന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഒരു മകനും മകന്റെ ഭാര്യയാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി അവർക്ക് പുലർച്ചെയാണ് സംഭവം മനസ്സിലാകുന്നത്. പക്ഷേ ബാക്കി സ്ഥലത്തോട്ട് വന്നതെന്നറിയില്ല. ചാർലി ഇരുന്ന സ്ഥലത്താണ് കത്തിച്ച് കാണുന്നുള്ളത്. ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കാസർഗോഡ് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസുകാർ വീട് കൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ പരിശോധന കാര്യങ്ങളുള്ളത് കൊണ്ട്. രാവിലെ 6 മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന സ്വഭാവക്കാരിയാണ് സാവിത്രി എന്ന് മകൻ ഗുരുപ്രസാദ് പറയുന്നു. എഴുന്നേറ്റ ഉടൻ TV കാണാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം TV തകരാറിലായതിനെ തുടർന്ന് നന്നാക്കാൻ കൊണ്ടുപോയിരുന്നു. ബുധനാഴ്ച തകരാർ പരിഹരിച്ച് തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടിൽ TV ഇല്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മാതാവെന്നും മകൻ പറയുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട് പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യാൻ പെൺകുട്ടികളും സ്ത്രീകളും ഭയപ്പെടുന്നൊരു കാലമാണിത്. പല രീതിയിൽ ലൈംഗികമായി ചൂഷണങ്ങൾ നേരിടുന്നവരുണ്ട്. മലപ്പുറത്ത് KSRTC ബസ്സിൽ ഗവേഷക വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികതിക്രമവും നഗ്നതാ പ്രദർശനവും നടത്തിയ കേസിലേക്കാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായി. വയനാട് ചൂണ്ടേൽ സ്വദേശി വിനീത് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന ബസ്സിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായത്. ഗവേഷക വിദ്യാർത്ഥിനിയായ മോങ്ങം സ്വദേശിനിക്കാണ് KSRTC ബസ്സിൽ വെച്ച് ദുരനുഭവം ഉണ്ടായത്. അന്വേഷണം ഊർജിതമാക്കിയ കൊണ്ടോട്ടി പോലീസ് പ്രതി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പുലർച്ചെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പരാതിക്കാരി തിരിച്ചറിഞ്ഞതോടെയാണ് കൊണ്ടോട്ടി പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് സർവീസ് നടത്തിയ പ്രിയദർശിനി ബസ്സിലായിരുന്നു അതിക്രമം നടന്നത്. യാത്രയ്ക്കിടെ അടുത്തിരുന്ന വിനീത് കുമാർ കൈമുട്ടുകൊണ്ട് വിദ്യാർത്ഥിനിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും തുടർന്ന് സീറ്റിലിരുന്ന് നഗ്നതാ പ്രദർശനവും ലൈംഗിക അതിക്രമവും നടത്തുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ വിദ്യാർത്ഥിനി കണ്ടക്ടറോട് വിവരം പറഞ്ഞെങ്കിലും സംയോജിതമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. വിവരം അറിഞ്ഞിട്ടും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കണ്ടക്ടർ തയ്യാറായില്ലെന്നും ജനറൽ സീറ്റിൽ ഇരുന്നത് എന്തിനാണെന്ന് ചോദിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതായും വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥിനി കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് 18 മലപ്പുറം. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ നാട്ടിലെ പോലീസിനെയും എക്സൈസിനെയും ഭയപ്പെടേണ്ടതുണ്ടോ?
എന്നാൽ ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും നിയമ സംവിധാനങ്ങളെ പേടിക്കും. കാക്കിയിട്ടവരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. തിരുവനന്തപുരം വർക്കലയിൽ എക്സൈസ് സംഘത്തെ കണ്ട് കായലിൽ ചാടിയ യുവാവിന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? വർക്കല വെട്ടൂർ സ്വദേശി ഷഹാൻ കായലിൽ മുങ്ങി മരിച്ചു. ലഹരി ഉപയോഗത്തിനിടെ 4 എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴാണ് ഷഹാൻ കായലിൽ ചാടിയത്. ഒപ്പമുണ്ടായിരുന്ന 3 പേർ ഓടി രക്ഷപ്പെട്ടു. ലഹരിയിലായിരുന്ന ഒരാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇടവ വെൺകുളം പൊട്ടക്കുളം എന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു 26-കാരനായ ഷഹാൻ. ഇടവ ഗ്രാമപഞ്ചായത്ത് മങ്ങാട്ടുകടവിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് ഇയാൾ കായലിൽ ചാടിയത്. വർക്കല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി നടത്തിയ തെരച്ചിലിൽ ബുധനാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ചൊവ്വാഴ്ച രാവിലെയാണ് ഷഹാനടക്കം 5-അംഗ സംഘം ഇവിടെ എത്തിയത്. സംഘം ലഹരി ഉപയോഗിക്കുന്നതിനിടെ മഫ്തിയിലായിരുന്ന 4 എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥരെ കണ്ടതോടെ യുവാക്കൾ ചിതറിയോടി. ഇതിനിടെയാണ് ഷഹാൻ കായലിലേക്ക് ചാടിയത്. സംഘത്തിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടതായും ലഹരിയിലായിരുന്ന ഒരാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കസ്റ്റഡിയിലുള്ള വെട്ടൂർ സ്വദേശി മുഹമ്മദിനെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവ സ്ഥലത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് 5 ഗ്രാമോളം MDMA-യും ചെറിയ അളവിൽ കഞ്ചാവും എക്സൈസ് കണ്ടെത്തിയിരുന്നു. ബാഗിലുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ പ്രകാരം അത് നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശി അഭിജിത്തിൻ്റെതാണെന്നാണ് സൂചന. യുവാക്കൾ എത്തിയതായി കരുതുന്ന കാറ് റോഡരികിൽ തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. വാഹനം പൂന്തുറ സ്വദേശിയുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉൾപ്രദേശമായതിനാൽ ഇവിടെ സാമൂഹിക വിരുദ്ധ ശല്യം കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസുകാരൊക്കെ നിരന്തരമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ടാണ് ആർക്കും പിടിക്കാനും എടുക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. കാര്യം ആരും വരത്തില്ല ഇങ്ങനെ വന്നിട്ട്. അത് അറിയാവുന്ന ആൾക്കാർ ഈ സ്ഥലം നോക്കിയെടുത്ത് പക്ഷെ മറ്റിവിടെയുള്ള ആൾക്കാർ അതിനകത്തുള്ള ആൾക്കാർ അപൂർവം ചില ഉള്ള ആൾക്കാരുള്ളൂ. അല്ല മൊത്തത്തിൽ നമ്മൾ ആൾക്കാരെല്ലാം കുഴപ്പക്കാരാണ്, അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല. സംഭവത്തിൽ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവാഹമോചനങ്ങളും പിണക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പല കുടുംബങ്ങളിലും സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ബന്ധം വേർപിരിയുന്ന ദമ്പതികൾ. എന്താണ് അതിൻ്റെ കാരണമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാലമാണ്. അഡ്ജസ്റ്റ്മെൻറ്റുകളല്ലാതെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന പങ്കാളികളാണോ നിങ്ങൾ? എല്ലാ ബന്ധങ്ങളിലും പരസ്പര ബഹുമാനവും വിശ്വാസവും സ്നേഹവും വളരെ പ്രധാനമാണ്. പങ്കാളിയുടെ കാഴ്ചപ്പാടുകൾ, അതിരുകൾ, വ്യക്തിത്വം എന്നിവയെല്ലാം മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. പങ്കാളിയിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തിരിച്ചു കൊടുക്കാനും ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. വർഷങ്ങളോളം ഒന്നിച്ച് താമസിച്ചവർ പോലും ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം, അയാളെ സഹിക്കാൻ വലിയ പാടാണെന്ന്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പലരും ബന്ധം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു. വിവാഹമോചനമല്ല, പകരം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നവർക്ക് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിജയകരമായ എല്ലാ ബന്ധങ്ങൾക്കും തുറന്നുള്ള സംസാരമാണ് ഏറെ പ്രധാനം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.